മാഷെ നമസ്കാരം. നമ്മൾ കുറച്ചായി കണ്ടിട്ട്. നമസ്കാരം. അല്ലേ, ഒരു ഗ്യാപ്പ് വന്നു. ശരിയാണ്, നല്ല ഗ്യാപ്പ് വന്നു. ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇവിടെ പിയേഴ്സൺ മാഷിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് ഇരിക്കുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് വരാം. നമ്മൾ മറ്റ് പലരൊക്കെ ആയിട്ട് അതെ സംസാരിച്ച് പോകുന്നു. അപ്പോൾ എനിക്കിപ്പോൾ മാഷിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒക്ടോബർ 26 മുതൽ 28 വരെ മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. മോദി വളരെ പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം പറയുന്നത് ബീഹാർ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് പ്രധാനമന്ത്രിക്ക് അത് വളരെ ബാലിശമായൊരു കാര്യമാണ്. പറയാൻ വേണ്ടി പറഞ്ഞൊരു കാരണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ നമ്മൾ ഇന്നലെ ABC-യിൽ നമ്മളൊരു വീഡിയോ ചെയ്തു. റഷ്യയുടെ ചാരസംഘടനയായ FSB, അതുപോലെ ചൈനയുടെ ചാരസംഘടനയായ ഗോജിയ അൻകാൻബു, നമ്മളധികം കേട്ടിട്ടില്ലാത്ത പേരുകളാണ്. KGB എന്നും CIA എന്നും റോ എന്നും മൊസാദ് എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ചൈനയുടെയും റഷ്യയുടെയും രണ്ട് ലോകത്തിലെ പ്രബലമായ രണ്ട് രാജ്യങ്ങൾ അവരുടെ ചാരസംഘടനയുടെ പേര് അറിഞ്ഞുകൂടാത്തത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ റോയ്ക്ക് കൊടുത്തു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മോദി ആസിയാൻ ഉച്ചകോടിക്ക് പോവാത്തതും എന്നൊരു വാർത്ത ഈ ഇംഗ്ലീഷിലുള്ള ഓൺലൈൻ ചാനലുകളിലും ഡിഫൻസ് സൈറ്റുകളിലും വരുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് മോദിയെ വധിക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു പദ്ധതി മലേഷ്യയിൽ നടക്കുന്നു. മലേഷ്യ ആസിയാൻ ഉച്ചകോടിക്ക് വരുമ്പോൾ അത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും, മലേഷ്യയെക്കുറിച്ച് പറയുമ്പോൾ മലേഷ്യയിൽ തമിഴ് പുലികൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലം LTT ഇപ്പോഴും ഉണ്ട്. എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും സാക്കിർ നായിക് അവിടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മലേഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമല്ല, മലേഷ്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണ്. ഇനി രാഹുൽ ഗാന്ധി ഒരു മാസം മുമ്പ് മലേഷ്യക്ക് പോയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പോക്കിനെക്കുറിച്ച് CISF പരാതി പറഞ്ഞു. കാരണം ഞങ്ങളെ ആരെയും അറിയിക്കാതെ രാഹുൽ പോയിരിക്കുന്നു, 212 പ്രാവശ്യം വയലേഷൻ നടത്തിയിരിക്കുന്നു, എവിടെ പോയിന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് CISF പരസ്യമായി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയ്ക്കും കത്തെഴുതി. അതുകൂടാതെ രാഹുൽ ഗാന്ധി മലേഷ്യയുടെ പ്രധാനമന്ത്രിയായ അൻവർ ഇബ്രാഹിമുമായിട്ട് മുറിയടച്ച് ഒരു ചർച്ചയും നടത്തിയിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കോൺസ്പിറസി തിയറിയാണെന്ന് വേണേൽ പറയാം. ഗൂഢാലോചന സിദ്ധാന്തം മനേന്ദ്രമോദിക്കെതിരെ മലേഷ്യയിൽ എന്തോ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആസിയാൻ ഉച്ചകോടി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ മോദി പോവാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ മോദി പോകുന്നില്ല എന്ന് പറയുകയും ജയശങ്കറിനെ വിടുകയും മോഡി വീഡിയോ കോൺഫറൻസിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ജിയോ പൊളിറ്റിക്സിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എനിക്ക് മാഷോട് ചോദിക്കാനുള്ള മറ്റൊന്നാണ്. അതായത് ജിയോ പൊളിറ്റിക്സിൽ സൗഹൃദം, ശത്രുത ഇതൊന്നും ശാശ്വതമല്ല. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ന്യൂട്രലൈസേഷൻ, ഇല്ലാതാക്കുക, തന്ത്രങ്ങളും ഉന്മൂലനവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അസാസിൻ മോഡി എന്നൊരു പദ്ധതി ആരെങ്കിലുമൊക്കെ ഡീപ് സ്റ്റേറ്റോ അമേരിക്കയോ പാകിസ്ഥാനോ ഒക്കെ പ്ലോട്ട് ചെയ്താൽ പോലും തള്ളിക്കളയാൻ പറ്റില്ല. സാധ്യതകൾ ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് യാദൃശ്ചികമല്ല. ഇതേപോലെ തന്നെ മറ്റൊന്നുണ്ടായിരുന്നു. അതായത് ഷാങ്ഹായിൽ ടിയാൻജിനിൽ SCO ഉച്ചകോടി നടക്കുന്നു. മോദിയും ഷിയും പുടിനും ചേർന്ന് ലോകത്തെ 3 നേതാക്കന്മാർ അമേരിക്കയെ മാറ്റി നിർത്തി ഒന്നിക്കുന്ന SCO ഉച്ചകോടി വലിയ ചർച്ചയായിരുന്നു. അവിടെ വെച്ചും ഇതുപോലൊരു നാടകീയമായ സംഭവം ഉണ്ടായി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ മോദിക്ക് വേണ്ടി കാത്തിരുന്ന് പുടിനും മോദിയും മാത്രം അദ്ദേഹത്തിൻ്റെ അത്യാധുനിക സജ്ജീകരണമുള്ള മിസൈലേറ്റാൽ പോലും തകർക്കാൻ പറ്റാത്ത ഔറസ് എന്ന് പറയുന്ന കാറിൽ 45 മിനിറ്റ് മോദിയെ തനിച്ചതിനകത്തിരുത്തി. എന്തോ സംസാരിക്കാനാണോ അതോ ഇനി വേറെ ബിൽഡിങ്ങിലൊന്നും ഇരിക്കേണ്ട, എൻ്റെ കാറിനകത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിരുത്തി. അത് ചിലരൊക്കെ പറയുന്ന ചില പ്രതിരോധ സീറ്റുകൾ പറയുന്ന 45 മിനിറ്റ് അല്ല 2 മണിക്കൂർ ഇരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലും പറയുന്നത് അവിടെ വെച്ച് മോദിക്ക് നേരെ ഒരു അസാസിനേഷൻ പ്ലോട്ട് ഉണ്ടായിരുന്നു. അതും മനസ്സിലാക്കിയ പുടിൻ വേറെ ഒരിടത്തും ഇരിക്കേണ്ട, എൻ്റെ കാറിനകത്ത് ഇരുന്നാൽ മതി. കാരണം ഒന്ന്, ഏറ്റവും ആധുനികമായ സുരക്ഷാ സന്നാഹമുള്ള കാറ്. രണ്ടാമത് അതിനകത്തിരിക്കുന്ന ആരാണ്? ലോകത്തെ ചക്രവർത്തിമാരിൽ ഒരാളായ പുടിനും കൂട്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് നേരെ ഒരു അറ്റാക്കിനൊക്കെ ആരെങ്കിലും മുതിരുമെങ്കിലും ഒന്ന് കാണാം എന്നുള്ള ഒരു, ഏതായാലും മോദിക്കൊരു സുരക്ഷാ കവചം അന്ന് റഷ്യൻ പ്രസിഡന്റ് ഒരുക്കിയെന്ന് പറയുന്നു. ഇപ്പോഴും ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയ്ക്ക് പോകണ്ട എന്ന് പറയുന്നു. അപ്പോൾ നരേന്ദ്രമോദി ലോകത്തുള്ള ചില ആളുകളുടെ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ, കണ്ണിലെ കരടായി മാറിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധ്യത ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ കഴമ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് മാഷിൻ്റെ ഒരു നിരീക്ഷണം? അല്ല, നമ്മൾ ജിയോ പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്യരുത്. കാരണം ഇന്റേണൽ പൊളിറ്റിക്സിന് അവിടെ ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശക്തിയെയാണ്, ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ടുള്ള അതിൻ്റെ പവർ ലീഡറെയാണ് അവർ ടാർഗറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ കോൺസ്പിറസി തിയറി മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി. തീർച്ചയായിട്ടും
അല്ല, അത് മാത്രമല്ല, രാജീവ് ഗാന്ധിയും ഇതേപോലെ തന്നെ. രാജീവ് ഗാന്ധി പിന്നെ ഇന്ത്യയിൽ വെച്ചെന്ന് പറയാം, വിദേശത്ത് വെച്ച് മരിക്കുന്ന, ശരിയാണ്, കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ശാസ്ത്രിയുടെ കാര്യം. തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കും. ആ നടക്കുന്ന സമയത്തൊന്നും നമുക്കതിനെക്കുറിച്ചുള്ള നമുക്ക് ധാരണയില്ല, ഈ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്കും ധാരണ ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വല്ലാത്ത തരത്തിൽ മാറുന്നുണ്ട്. ജിയോ പൊളിറ്റിക്സിൽ വരുന്ന എന്താണ് ചലഞ്ചസ് ആണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോൺസ്പിരസി തിയറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് അമേരിക്ക വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സ്ഥിതി. അതായത് ബൈപോളർ വേൾഡ് അവസാനിച്ച് യൂണിപോളർ വേൾഡായി മാറുകയും എല്ലാത്തിൻ്റെയും ആധിപത്യം അമേരിക്കയുടെ കയ്യിൽ വരികയും ചെയ്തു എന്ന് കരുതപ്പെട്ടിരിക്കുന്ന സമയത്താണ് അതിനെതിരെ കടുത്ത വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന തരത്തിൽ ഷാങ്ഹായ് ഉച്ചകോടി വരികയും അവിടെ 3 നേതാക്കൾ, ഇന്ത്യ, ചൈന, റഷ്യ, പുടിൻ, മോഡി, ഷീ, ഇവർ 3 ഒരുമിച്ചായിരുന്നു. ഇവർ 3 ഒരുമിച്ചായിരുന്നെന്ന് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ട്രംപിൻ്റെ കൂടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ചേരാൻ മഹാശക്തിയാണല്ലേ ഈ 3 രാജ്യങ്ങളും. തീർച്ചയായിട്ടും അത് ലോകത്തെ വലിയ രീതിയിൽ മാറ്റും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവരുടെ ഒരു ഒരുമിച്ച് ചേരലിൻ്റെ ഒരു പെട്ടെന്നുള്ള ഫലം എന്ന് പറയുന്നത് ഡോളർ കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതെ, പുടിനോട് എന്തുകൊണ്ടാണ് ട്രംപ് ഇത്രമാത്രം എതിർപ്പ് പ്രകടമാക്കുന്നത് വെച്ചാൽ, ഡോളറിനെ സൈഡ് ലൈൻ ചെയ്യുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ പുടിനെടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നു. പുടിൻ ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ എണ്ണ വാങ്ങിക്കൂ, ഞങ്ങൾ $5 ബാരലിന് കുറച്ച് തരാം. 1, 2, ആ എണ്ണയ്ക്ക് നിങ്ങൾ ഡോളർ തരേണ്ട, നിങ്ങളുടെ കറൻസി എന്നാണ്. അത് മാത്രമല്ല, പക്ഷേ കഴിഞ്ഞ ദിവസം റഷ്യൻ ഉപപ്രധാനമന്ത്രി ഒരു വെളിപ്പെടുത്തൽ നടത്തി, നമ്മുടെ മാധ്യമങ്ങൾ കാര്യമായിട്ട് കൊടുത്തില്ല. അതായത് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന രൂപ കൊടുത്തിട്ട് മാത്രമല്ല, യുവാൻ തന്നും വാങ്ങുന്നുണ്ട്, ചൈനയുടെ നാണയം തന്നും നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസർവ് കറൻസി ഡോളറിന് മാറ്റിയിട്ട് ചൈനയുടെ കറൻസി നമ്മൾ മേടിച്ചു വെക്കുക. അതെ, അത് വലിയ മാറ്റമല്ലേ ശരിക്കും. അത് അമേരിക്കയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ജിയോ പൊളിറ്റിക്സ് ദുർബലപ്പെടുത്തി, ഇത് ഭയങ്കര സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കും. അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യമായിരിക്കണം ഏതെങ്കിലും ഒരു ലീഡറെ. ഇതിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ നമ്മൾ കുറേ കൂടെയൊക്കെ ലിബറലും ഡെമോക്രാറ്റിക് ഒക്കെയാണ്, ഫ്ലെക്സിബിളാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ആളുകൾ. അത്രയും എളുപ്പമല്ല ഈ പുടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷീയുടെ അടുത്തോ. ഏകാധിപത്യമാണ്, അത് വളരെ ശക്തമായ ഏകാധിപത്യമാണ്. മാത്രമല്ല അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിന് അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് പുടിൻ്റെ കാറിനെ കുറിച്ച് സംസാരിച്ചത്. ലോകത്തെ ഏറ്റവും സുരക്ഷാ മിസൈൽ അടിച്ചാൽ പോലും അങ്ങനത്തെ ഒരു കാറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു. നമ്മൾ ഇസെറ്റ് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അതൊന്നും ഒരു സുരക്ഷയല്ല എന്നുള്ള കാര്യം ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ 2 രാഷ്ട്ര നേതാക്കളുടെ അടുത്തേക്ക് എത്തുന്നതിനേക്കാൾ കുറേ കൂടി എളുപ്പത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി ഉണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക്, അങ്ങനെയാണ് ആ ടാർഗറ്റ് വരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ചൈനയുടെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ സംഘം വളരെ കൃത്യമായിട്ട് ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണം ജിയോ പൊളിറ്റിക്സിൽ വരുന്ന മാറ്റങ്ങളിൽ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. അവർക്ക് ഇന്ത്യ കൂടെ വേണം. അതെ, വേണം. ഇന്ത്യ വേണം ഇപ്പോൾ അവർക്ക് എന്തായാലും. അതുകൊണ്ടാണ് എല്ലാ തർക്കങ്ങളും മാറ്റിവെക്കാം, നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കാം എന്ന് ചൈന ഇന്ത്യയോട് പറയുന്നത്. അങ്ങനെയാണ് ആ നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് BJP അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെ ചൈനയോട് എന്തുകൊണ്ട് ഇന്ത്യ അടുത്തു എന്ന് ചോദിക്കുന്ന ആളുണ്ട് ഇപ്പോഴും. അവർക്കത് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്റേണൽ പൊളിറ്റിക്സുമായിട്ട് മാത്രമാണ് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. രാഷ്ട്രത്തിനാണ് പ്രസക്തി. ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുണ്ട് പല തരത്തിലും. ആ പ്രാധാന്യം മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ഇന്ന് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് പൊളിക്കുക, ഈ ത്രയം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതൊരു പുതിയ പവർ ഒരു പവർ പ്ലേ ആരംഭിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ നെക്സസ് ആണ് അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും. ഞാൻ ഈ ASEAN മീറ്റിലേക്ക് മോദി പോകാതിരുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ശരിയല്ലെന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വന്നാൽ നമ്മളൊരിക്കലും പോകാൻ പറയില്ല. അപ്പോൾ അത് ഒക്കെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്നതും. അതേപോലെ തന്നെ
ഈ മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ലോകത്ത് വലിയ മാറ്റങ്ങൾ തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് പറയുമ്പോൾ നമ്മൾ ഈ രാഹുൽ ഗാന്ധിക്ക് മോദിയെ എന്ത് വില കൊടുത്തും ഞാൻ പുറത്താക്കുമെന്ന് പറയുന്ന ജോർജ് സോറോസുമായിട്ടുള്ള ബന്ധം, ജോർജ് സോറോസിൻ്റെ മകൻ്റെ വിവാഹത്തിന് രാഹുൽ ഗാന്ധി പോകുന്നു. രാഹുൽ ഗാന്ധി പോകുന്ന ഇപ്പോൾ കരീബിയയിൽ പോയിട്ടുണ്ട്, കൊളംബിയയിൽ പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ വിയറ്റ്നാമിൽ പോകുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും അലക്സ് സൊറോസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ മലേഷ്യ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഗൂഢാലോചന ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന് കൃത്യം 1 മാസം മുമ്പ് രാഹുൽ അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ അവിടുത്തെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായിട്ട് കണ്ടിട്ടുണ്ട്. രാഹുൽ അവിടുത്തെ പ്രധാനമന്ത്രിയെക്കാളും രാഹുൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. അവരെന്താണ് സംസാരിച്ചതെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടെടുപ്പിലൂടെ മോദിയെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് മോദിയുടെ കസേര എങ്ങനെയെങ്കിലും ഏത് തരത്തിലും ഒഴിവാക്കി കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാകുമോ? അല്ല, ഞാൻ പക്ഷെ അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം അങ്ങനെയുള്ളൊരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺസ്പിറസിയുടെ പാർട്ടായിട്ട് മാർത്തിറ്റാൻ പറ്റുന്ന ഒരു ഷൂഡ്നെസ് ഉള്ള ഒരാളായിട്ട് ഞാൻ ഒരിക്കലും പക്ഷേ രാഹുൽ കണ്ടിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയാലും ഇന്ത്യക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ബ്ലണ്ടറായിട്ടാണ് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, ട്രംപ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ഒരു ഡെഡ് എക്കണോമിയാണ് അല്ലേ? അങ്ങനെ പറഞ്ഞ സമയത്ത് അതിന് സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് രാഹുൽ ഗാന്ധി വന്നത്. അത് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റേണൽ പൊളിറ്റിക്സ് നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ, അതായത് നരേന്ദ്രമോദി പുറത്തേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പുറത്ത് നമ്മൾ എക്സ്റ്റേണൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന കൺസെപ്റ്റിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സ് വെച്ചിട്ട് അദ്ദേഹത്തെ എതിർക്കാം. ഇത് പക്ഷേ പല കാലത്തും കൃത്യമായിട്ടുള്ള ഈ ഡെമാർക്കേഷൻ കാണിക്കുന്നതിൽ രാഹുൽ പരാജയപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക്. ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ വിമർശിക്കുന്ന യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് ഞാൻ മറുപടി പറയില്ല എന്ന് പറയും. ഞാൻ ഇന്ത്യയെ ആക്ഷേപിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ അങ്ങനത്തെ ആ ഒരു സ്റ്റേച്ചറിലേക്ക് രാഹുൽ വരുന്നില്ല. അതില്ല രാഹുലിന്. അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. അത് പ്രശ്നമാണ് ശരിക്കും. നമ്മൾ ഇന്ത്യക്കകത്ത് നിന്ന് നമ്മൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നരേന്ദ്രമോദിയെ എതിർക്കുന്നത്. പുറത്ത് നമുക്ക് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രതിനിധിയാണ്, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. നമ്മളപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് അദ്ദേഹത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. എതിർപ്പുള്ളിലാണ് നമ്മൾ പ്രകടമാക്കുന്നത്, പുറത്തല്ല. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് പ്രകടമാക്കുന്നതിലാണ് രാഹുലിന് പരാജയം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഗൂഢാലോചനയിൽ നിന്നും രാഹുൽ ഉണ്ടാവും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ നമുക്ക് അറിയില്ല, സത്യം അറിയില്ല. ഏതായാലും വേറെ കാര്യമുണ്ട്. അടുത്ത കാലത്ത് എന്നോടൊരാൾ പറഞ്ഞു, ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നൊരു മലയാളി. മോദി ആദ്യ തവണ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിനടുത്ത് അടുത്തിടപെടാൻ പുള്ളിക്ക് അവസരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ മോദി ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ ഇദ്ദേഹം ചെന്നപ്പോൾ പഴയ പോലെ ഇടപെടാൻ പറ്റുന്നില്ല. അദ്ദേഹം അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആളോട് സംസാരിച്ചു, ഇത് പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞ മറുപടി, നിങ്ങൾ 5 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പോൾ മോദി ലോകത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളാണ്. ആ സ്റ്റേച്ചർ മാറി. അതുകൊണ്ട് കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ട്രംപ്, പുടിൻ, ഷീ കഴിഞ്ഞാൽ ലോകത്ത് പരക്കെ സ്വീകാര്യതയുള്ള പേര് നരേന്ദ്രമോദി തന്നെയാണ്. ദ ഫോർത്ത് മാൻ എന്ന് പറയാം അല്ലേ? ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. SPGയിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, ഞാൻ പറഞ്ഞ മലയാളി കേട്ടോ, ഞാൻ ആ പേര് പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. അന്ന് വെറും പ്രധാനമന്ത്രി, ഇപ്പം ലോകത്തിൻ്റെ അല്ലേ? ശരിയാണ്. പുതിയ നമ്മുടെ ജിയോ പൊളിറ്റിക്സിലെ മോദിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞതിനിടയിൽ ഇവർക്കൊപ്പം തന്നെയാണല്ലോ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതൊരു വിഷയമായിട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലർക്കും ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ഭാവിക്കുന്നു. അല്ല, അത് ശരിയല്ല ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യയാണ് അതിൻ്റെ ഒപ്പം ഇങ്ങനെ വെക്കുന്നത്. ഇന്ത്യയുടെ മാറ്റം, ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നതിലുള്ള സാധ്യത അതൊക്കെ മുൻകാലങ്ങളിലേക്കാൾ വർദ്ധിക്കുകയും നമ്മൾ എന്തുകൊണ്ടാണ് ഈ പവർ ത്രയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നേരത്തെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഇപ്പോൾ നമുക്ക് സംസാരിക്കാം. കാരണം ഒന്ന്, ചൈന വളരെ പവർഫുള്ളാണ്, റഷ്യ പവർഫുള്ളാണ്, ഇന്ത്യയും ഒപ്പം പവർഫുള്ളാണ് എന്ന് വരുന്നതുകൊണ്ടാണ് ആ ത്രയം ശരിയാവുന്നത്. ഇന്ത്യ അങ്ങനെ പവർഫുൾ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പവർഫുൾ അല്ലെങ്കിൽ ചൈനയും റഷ്യയും നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ.
അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരം പ്രാധാന്യമുണ്ട്. അതിലൊരു കോൺസ്പിറസി തിയറിക്കുള്ള പോസിബിലിറ്റീസ് തള്ളിക്കളയാവുന്നതല്ല എന്നാണ് എനിക്ക് അതിനകത്ത് പക്ഷേ ഏറ്റവും കൗതുകരമായി റഷ്യ പിന്നെ നിൽക്കുന്ന പൊട്ടക്കാലത്തും നമ്മുടെ സുഹൃത്താണ്. ചൈന വന്നിട്ട് ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസി മോദിയുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴാണ് ജിയോ പൊളിറ്റിക്സിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം, അല്ലേ? അത്ഭുതാവഹമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. ചൈന വേണ്ടി വന്നാൽ മോദിക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാധ്യതകളായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഒന്ന്, നമ്മുടെ തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രം നമ്മളുമായി സൗഹൃദത്തിൽ വരുന്നത് നമുക്ക് ഏത് രീതിയിലും നല്ലതാണ്. അതെ അതെ, അവരുമായിട്ട് നമ്മൾ ചെറിയ ഉരശലുകളുണ്ടെങ്കിൽ അവർക്കും ദോഷമാണ്, നമുക്കും ദോഷമാണ്. അല്ല, നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായി. കാരണം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് 100% താരിഫ് നമ്മുടെ മരുന്നുകൾക്ക് അമേരിക്ക ഏർപ്പെടുത്തി. ചൈനയിലേക്ക് അയക്കുമ്പോൾ 30% താരിഫ് ഉണ്ടായിരുന്നു. അത് വന്നതിൻ്റെ പിറ്റേ ദിവസം ചൈന 30% എടുത്തു കളഞ്ഞു. അപ്പം 0 താരിഫിൽ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിലേക്ക് പയക്കാം. അത് അവർക്കും ഗുണമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്കും അത്തരം പ്രൊഡക്റ്റുകളിൽ അവർക്ക് വലിയ മേധാവിത്വം ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് അവർക്കത് ലാഭകരമായി തീരും. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് നടക്കുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചൈനയും അതുപോലെ റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലത് തന്നെയാണ്. ഈ പെട്രോളിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനം വരുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതെ, ഇപ്പോൾ 2 റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും റഷ്യൻ കമ്പനികൾ. അപ്പോൾ നമ്മുടെ നയാര എന്നുള്ള പമ്പ് റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ റഷ്യൻ റിഫൈനറിയുടെ ഉടമസ്ഥതയിലുള്ള പമ്പാണ്. ഭൂരിപക്ഷം ഷെയർ അവർക്കാണ്. പിന്നെ റിലയൻസ് ഒക്കെ ക്രൂഡ് വാങ്ങുന്നത് ലൂക്കോയിലിൻ്റെ കയ്യിലാണ്. ഈ 2 കമ്പനിക്ക് ഇപ്പോൾ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ റിലയൻസിൻ്റെ പമ്പുകൾക്കും ഈ നയാര പമ്പുകൾക്കും ഒരു പ്രതിസന്ധി ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്നത് അത് മാത്രമല്ല, അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വെഹിക്കിൾസിനും പിടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുടിൻ ഇന്നലെ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, വരട്ടാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷത്തിന് ശേഷം ന്യൂക്ലിയർ എക്സർസൈസ് നടത്താൻ കര, നാവിക, സബ്മറീൻ ഫോഴ്സിന് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. അല്ല, അത് ശരിയാണ്. കാരണം അവരുടെ ഒരു പവറിനോട് ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അങ്ങനെ നിൽക്കണ്ട. അല്ല, റഷ്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ അമേരിക്ക ഒന്നുമല്ല. അല്ല, അമേരിക്ക ഇപ്പോൾ ഭയപ്പെടേണ്ട. അമേരിക്കയുടെ നേരത്തെ സാമ്പത്തിക പൊസിഷൻസ് ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം. എന്തായാലും പുതിയൊരു ലോകക്രമത്തിൽ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് പോകാനായിട്ട് കഴിയും. പുതിയ ലോകക്രമത്തിൽ അനിവാര്യനായ നേതാവാണ് നരേന്ദ്രമോദി. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രവും. അത് എന്തായാലും പുതിയൊരു ബൈപ്പോളാർ പൊളിറ്റിക്സിൻ്റെ പോസിബിലിറ്റീസിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ത്രയങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുകയും മറ്റൊരു അപ്പുറത്ത് വായി കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഈ കോൾഡ് വാറൊക്കെ തിരിച്ചു വന്നുകൂടായില്ല. ശരി, ഏതായാലും മോദിയുടെ സുരക്ഷ ഇപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.